നമസ്കാരം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആലു ബോണ്ടയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടീ ടൈം സ്നാക്ക് ആണ്. ആലു ബോണ്ടയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് നോക്കിയാലോ? അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെയാ ചെയ്യണേന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഉരുളക്കിഴങ്ങ് ബോണ്ട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ആദ്യം മസാല തയ്യാറാക്കണം. അപ്പൊ അതിനായിട്ട് ഒരു പാൻ വെക്കുക. നമുക്കതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഓയിലൊക്കെ മതിയാവും. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉഴുന്ന് താല്പര്യം എന്നുണ്ടെങ്കിൽ മുഴുവൻ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിലോട്ട് നമുക്കിനി 2 പച്ചമുളക് നല്ലപോലെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലോട്ട് ഒരു സവാള നന്നായി ചെറുതാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. വഴറ്റി കൊടുക്കാം. ഇതിലോട്ട് ഇനി മല്ലിയില നല്ലപോലെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മല്ലിയില താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ സവാള നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഇതിലോട്ട് നമുക്കിനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. പച്ചമുളക് കൂട്ടി കൊടുത്താൽ മതി. ഇത് 4 ഉരുളക്കിഴങ്ങ് മുഴുവനോടെ പുഴുങ്ങിയിട്ട് തോല് കളഞ്ഞിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഉപ്പൊന്നും ചേർത്തിട്ടില്ല. കുക്കറിൽ ഇട്ടിട്ട് ഒരു 2-3 വിസിലടിച്ചാൽ മതിയാവും. നമുക്കതുപോലെ പുഴുങ്ങിയെടുക്കാൻ പറ്റും. എന്നിട്ട് നന്നായിട്ട് ഉടച്ചു വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ഉരുളക്കിഴങ്ങിലേക്കും കൂടിയുള്ള ഉപ്പ് ചേർത്തിട്ട് വേണം ഇടാൻ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തോട്ടും ഈ മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവാണ്. ഒരു 2-3 മിനിറ്റ് എന്തായാലും നിങ്ങൾ ഉരുളക്കിഴങ്ങ് ചേർത്ത ശേഷം നന്നായിട്ട് വഴറ്റണം. നിങ്ങൾക്ക് ഈ സമയത്ത് മല്ലിയിലയുടെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇത്തിരി വെതറി കൊടുക്കണോണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണം. മസാല തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിനുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് കടലമാവാണ്. ഇനി നമുക്കിതിലോട്ട് 1/2 കപ്പ് തന്നെ മൈദ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 3/4 കപ്പ് കടലമാവും 1/4 കപ്പ് മൈദയായിട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ 1/2 കപ്പ് കടലമാവ്, 1/2 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി
ഞാനിവിടെ പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നല്ല നൈസായിട്ടുള്ള പൊടി എടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ള് കായത്തിന്റെ പൊടി, 1 നുള്ള് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡാപ്പൊടി. ഇത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇനി നമുക്കിത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് അങ്ങോട്ട് വെള്ളമാവാൻ പാടില്ല. വെള്ളം ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ബോൾസ് നന്നായിട്ട് അതിൽ കോട്ടായിട്ട് കിട്ടില്ല. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യാനുസരണം പിന്നെയും വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മളുടെ മസാല ഞാനിവിടെ ബോൾസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോൾസ് നമ്മൾ ഈ ബാറ്ററിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കും. അപ്പോൾ നമുക്ക് ഇനി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ടൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ബോൾ എടുക്കാം, എന്നിട്ട് ഈ ബാറ്ററിൽ മുക്കി കൊടുക്കാം. ഫുള്ളായിട്ട് അങ്ങ് കോട്ടായിട്ട് കിടക്കണം. നമുക്ക് ഓയിലിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊരു ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. നമുക്ക് അങ്ങ് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ആലൂ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ടീ ടൈം സ്നാക്കാണ്. ഉരുളക്കിഴങ്ങും കടലമാവും ഒക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞ മെഷർമെൻറ്റ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാക്കിയാൽ നല്ല അടിപൊളി ആലൂ ബോണ്ട നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് ചെയ്യാൻ ഒരു പ്രചോദനം കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം. സൂപ്പർ എല്ലാവരും